വെൽക്കം ടു ഷെഫോസ് അരോമ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചൂട് പച്ചരി ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ കണ്ണൂർ സ്റ്റൈൽ നല്ല ചെമ്മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ദോശയുടെ കൂടെ മാത്രമല്ല, നല്ല ചൂട് നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെമ്മീനിന് പകരം ഏത് മീൻ വെച്ചും ചെയ്യാവുന്നതാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 600 ഗ്രാം ചെമ്മീൻ, മീഡിയം സൈസുള്ള ചെമ്മീനാണ്, ഫ്രഷ് ആയിട്ടുള്ളത്. അത് നല്ല ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി വേണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വെക്കുക. വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് എടുത്തിട്ടുള്ളത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 5 വലിയ തക്കാളി വലുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ തക്കാളി എടുക്കുമ്പോൾ നല്ല തക്കാളി തന്നെ എടുക്കുക, റെഡ് കളറിലുള്ള നല്ല തക്കാളി തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ നന്നായി വഴണ്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ വെന്ത് കുഴഞ്ഞ് വരും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. 2 മുളകും കൂടി, കാശ്മീരിയും എരിവുള്ളതും കൂടി മിക്സ് ചെയ്ത് പൊടിപ്പിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. നിങ്ങൾ മുളക് പൊടി എടുക്കുമ്പോൾ വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടി തന്നെ എടുക്കുക, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഈ സമയത്ത് തന്നെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങി വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇളക്കൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ പൾപ്പ് എടുക്കണ്ട. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇത്രയും പുളി മാത്രം മതി. കൂടുതൽ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ പോവും, പുളി മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറിയിലേക്കുള്ള പുളിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് കൊടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി. നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവി ഇത്രയും മതി. ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ കറിക്ക് വേണ്ടത്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതേപോലെ അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറി ഓഫ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ചെമ്മീൻ അധികം അങ്ങോട്ട് തിളപ്പിച്ച് വേവിക്കരുത്, ചെമ്മീൻ ഹാർഡായി പോവും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചെമ്മീൻ മുളകിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.